Hello dear students, welcome to Madroad. നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023ലും 2022ലും സെറ്റ് എക്സാമിന് നമ്പർ തിയറി എന്ന് വന്ന 4 വർഷത്തെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The product GCD of 197,48 into LCM of 197,48 is equal to. Okay. നമുക്ക് രണ്ട് നമ്പർ 197ഉം 48ഉം തന്നിട്ടുണ്ട്. Okay. അതിന്റെ GCDയും LCM കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അതെന്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ GCD കണ്ടുപിടിക്കണം, ഇതിന്റെ LCM കണ്ടുപിടിക്കണം, അത് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ നമുക്ക് റിസൾട്ട് ഉണ്ട്, നിങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പൊ GCD ഓഫ്, ഇപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, എയും ബിയും. GCD ഓഫ് AB ഇൻറ്റു LCM ഓഫ് A, B ഈക്വൽ ടു A ഇൻറ്റു B. ഓക്കെ, അപ്പൊ ഈ രണ്ട് നമ്പർ എ ബിന്റെ GCDയും LCMഉം മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പറിന്റെ പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. ഇത് റിസൾട്ട് ആണ് നമ്പർ തിയറിയിൽ. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഈ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 197 ഇൻറ്റു 48 ചെയ്താൽ മതി. ഓക്കെ, ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 9654 ആയിരിക്കും ഇതിന്റെ ആൻസർ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. ഓക്കെ, next question. The value of x satisfying the equation 150x congruent to 35 mod 31 is. Okay, നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് വാല്യൂ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇവിടെ ഒരു റിലേഷൻ, ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ കോൺഗ്രുവൻസ് ഇക്വേഷൻ എന്നാ പറയാം. ഇതിന്റെ ഐഡിയ എന്താ നമുക്ക് ജസ്റ്റ് നോക്കാം. A congruent to B mod എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ഈ A മൈനസ് ബി യെ നമുക്ക് ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ n കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് മീനിങ്. ഓക്കെ, എന്താണ് A congruent to B mod n നമുക്ക് എന്താണ് പറയാൻ പറ്റുക? A minus B is divisible by n, അല്ലെങ്കിൽ A minus B is a multiple of n എന്ന് പറയാം. divisible by n ആണെങ്കിൽ multiple of n, n ന്റെ multiple ആയിരിക്കും ആര്? A minus B. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കിതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? നമുക്ക് തന്ന ഇക്വേഷൻ 150x congruent to 35 mod 31 ആണ്. ഓക്കെ, നോക്കൂ, ഇനി നോക്കൂ, നമുക്ക് ഈ ഇക്വേഷൻ ടോട്ടൽ എന്ത് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കോൺഗ്രുവൻസിന്റെ പ്രോപ്പർട്ടി ആണ്. നമുക്ക് കിട്ടുന്നത് എന്താണ്? 150നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 30. ഓക്കെ, 30x congruent to 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 mod 31. ഓക്കെ, നമുക്ക് ഇതിൽ 30x congruent to 7 mod 31 നമുക്ക് ഈ റിലേഷൻ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന് A congruent to B ആണെങ്കിൽ A minus B, അതേപോലെ 30x congruent to 7 ആണെങ്കിൽ 30x minus 7 divisible by 31. ഓക്കെ, എന്ന് പറഞ്ഞാൽ 31 കൊണ്ട് ആരെ ഡിവൈഡ് ചെയ്യാം? ഇതിനെ, ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ വേറെ രീതിയിൽ എഴുതാം. 31 divides 30x minus 7. ഓക്കെ, ഇനി നോക്കൂ, അപ്പൊ നമുക്ക് ഈ നമ്പറിനെ 31 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, 31 divides 30x minus 7. ഇനി നോക്കൂ, നമുക്ക് ഈ x സാറ്റിസ്ഫൈ ചെയ്യുന്ന 4 ഓപ്ഷൻ ഏതാണെന്ന് ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾ A, B കൊടുത്തു നോക്കുക, ഇത് രണ്ടും എന്തെയില്ല, ഇക്വേഷൻ സാറ്റിസ്ഫൈ ഇല്ല. C ഓപ്ഷൻ 24 നിങ്ങൾ x ന് കൊടുത്തു നോക്കുക. ഓക്കെ, ഓപ്ഷൻ C 24 നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ 31 divides 30 into x നമ്മൾ 24 കൊടുക്കുക minus 7. നമുക്ക് 30 into 24 into 3 നമ്മൾ ചെയ്യുമ്പോൾ 72. എന്ന് പറഞ്ഞാൽ ഇത് 720 കിട്ടുക. ഓക്കെ, സോ 31 divides 720 minus 7. ഓക്കെ, ഓക്കെ, 72 കിട്ടും, 720 minus 7. അപ്പൊ നമുക്ക് കിട്ടുക 31 divides 720 ന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ 713. ഇത് ശരിയാണോ നമ്മൾ ചെക്ക് ചെയ്താൽ മതി. 713നെ 31 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത് ട്രൂ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കൂ, നമ്മുടെ ആൻസർ ഏതാണ്? എക്സിന്റെ വാല്യൂ ഏതാണ്? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂ ഓപ്ഷൻ സി ആയിട്ടുള്ള 24 ആണ്. ഓക്കെ, നിങ്ങൾ ആകെ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾക്ക് തന്ന ഇക്വേഷൻ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യാം. എക്സിന്റെ വാല്യൂ ഏത് ഇക്വേഷനിലാണ്, ഈ ഇക്വേഷനിൽ ഏത് എക്സ് വാല്യൂ ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ചെക്ക് ചെയ്യാം. ഓക്കെ, next question. If phi denotes the Euler's torsion function, then value of phi of 1200 is. Okay, phi എന്നുള്ള എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? Euler's torsion function ആണ് എന്ത് നമ്മുടെ phi ഡിനോട്ട് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ Euler's torsion functionന്റെ ഡെഫിനിഷൻ നമ്മൾ അറിയണം. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് phi of n എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ഇത് നമ്പർ ഓഫ്
integers. Okay, less than n and relatively prime to n. Okay, relatively prime to n എന്ന് പറഞ്ഞ മീനിങ് phi of n എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്പർ ഓഫ് ഇന്റിജേഴ്സിന്റെ എണ്ണമാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്പർ ഓഫ് നമ്പേഴ്സ്, അതായത് ഒരു എത്ര നമ്പർ ഉണ്ട് എന്നുള്ളതിന്റെ കൗണ്ട്, അതിനാണ് നമ്മൾ എന്ത് പറയാ? phi of n എന്ന് പറയാ. ഇനി എങ്ങനെയായിരിക്കണം അത് കൗണ്ട് ചെയ്യുന്നത്? ലെസ് ദാൻ n. ഓക്കെ, ലെസ് ദാൻ ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു n. ഈ എന്നോ എന്നേക്കാൾ താഴെ വരുന്ന എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എത്ര ഇന്റിജേഴ്സ് ഉണ്ട് എന്നുള്ളതിന്റെ എണ്ണമാണ് phi of n. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു phi of 4 എടുത്തു. നോക്കൂ, ഈ n4ന്റെ താഴെ 4നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കുക. നോക്കൂ, 4ന്റെ താഴെയുള്ള ഒരു നമ്പർ ആണല്ലോ 1. ഓക്കെ, 4ന്റെയും 1ന്റെയും GCD നോക്കുക. എത്രയാണ്? അതായത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് 4,1. 4നെയും 1നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ. ഇതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ ഏതാണ്? അത് 1 ആണ്. എന്ന് പറഞ്ഞാൽ ഇതാണ് എന്തിന്റെ മീനിങ്? റിലേറ്റീവ്ലി പ്രൈം എന്നുള്ളതിന്റെ മീനിങ്. അതായത് GCD, രണ്ട് നമ്പറിന്റെ GCD 1 ആണെങ്കിൽ നമ്മൾ അതിനെ റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയും. ഇത് നോക്കൂ, ഇതേപോലെ GCD ഓഫ് 4നെ താഴെയുള്ള വേറെ നമ്പർ അല്ലേ 2. 4ന്റെയും 2ന്റെയും GCD നോക്കുക, ഇത് 2 ആ കിട്ടുക. ഓക്കെ, അപ്പൊ ഇതെന്തല്ല? ഈ 4ഉം 2ഉം റിലേറ്റീവ്ലി പ്രൈം അല്ല. ഓക്കെ, ഇവിടെ 4 1 റിലേറ്റീവ്ലി പ്രൈം ആണ്. ഇനി നോക്കൂ, 4നെക്കാട്ടിലും താഴെയുള്ള വേറൊരു നമ്പർ അല്ലേ 3. 4ന്റെയും 3ന്റെയും GCD എത്രയാണ്? നമുക്കറിയാം, അത് 1 ആണ്. അപ്പൊ 4നെക്കാട്ടിലും താഴെ 4നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? 1ഉം 3ഉം ആണ്. 4നെക്കാട്ടിലും താഴെയുള്ള 4നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ്. അപ്പൊ അത് എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കാം? 1ഉം 3ഉം രണ്ട് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ phi of 4ന്റെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 2. ഇതാണ് എന്ത്? phi of n ന്റെ ഐഡിയ. ഇനി phi of n കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. നമുക്കറിയാം, ഏതൊരു നമ്പറിനെയും ഏതൊരു നാച്ചുറൽ നമ്പർ നമുക്ക് എങ്ങനെ എഴുതാം? n equal to p1 raised to r1 into p2 raised to r2 into etc into pk raised to rk എന്നുള്ള രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ pn raised to r എന്നുള്ള രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, എന്ന് പറഞ്ഞാൽ മീനിങ്, നമുക്ക് ഏതൊരു നാച്ചുറൽ നമ്പറിനെയും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്രൈമിന്റെ പവേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോ 25ന് എങ്ങനെ എഴുതാം? 5 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, 12ന് എങ്ങനെ എഴുതാം? ശരിക്കും അതിനെ 2 സ്ക്വയർ ഇൻറ്റു 3. ഓക്കെ, 2 സ്ക്വയർ 4, 4 ഇൻറ്റു 3 12. നോക്കൂ, ഇത് 2 പ്രൈം ആണ്, 3 പ്രൈം ആണ്, 5 പ്രൈം ആണ്. ഓക്കെ, അതിനൊക്കെ പവർ ആയിട്ട് എന്തെങ്കിലും നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെ ഏതൊരു നാച്ചുറൽ നമ്പർ നമുക്ക് പ്രൈമിന്റെ പവർ ആക്കി എഴുതാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് phi ഫംഗ്ഷൻ, ഓയിലർ phi ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള, അല്ലെങ്കിൽ ഓയിലർ ടോർഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾ ഓർത്തിരിക്കുക. നമുക്കത് ഇതിന്റെ താഴെ എഴുതാം. phi of n equal to, ഓക്കെ, phi of n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n into, ഓക്കെ, 1 minus 1 by p1 into, ഓക്കെ, 1 minus 1 by ഇവിടുത്തെ പ്രൈം എടുക്കുക into 1 minus 1 by p2 നെക്സ്റ്റ് പ്രൈം into etc into 1 minus 1 by ലാസ്റ്റ് പ്രൈം pk. ഇത് കണ്ടുപിടിക്കുന്നതിന് ഈക്വൽ ആയിരിക്കുന്നത് phi of n. അപ്പൊ നമുക്ക് ഇവിടെ phi of 1200 കണ്ടുപിടിക്കണമെങ്കിൽ 1200 into n into n എത്രയാണ്? 1200, അതായത് into. ഇനി നമുക്ക് 1 minus 1 by ഈ n നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണം? ഇങ്ങനെ എഴുതാൻ പറ്റണം. അപ്പൊ 1200 നമുക്ക് അങ്ങനെ മാറ്റി എഴുതാൻ പറ്റണം. നമുക്ക് 1200 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 600 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 300 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 150. ഇനി നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 30 എന്ന് കിട്ടും. ഓക്കെ, 30 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 10 കിട്ടും. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 1200 നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, നമുക്ക് 2s 1 2 3 4 2 raised to 4 into, നമുക്ക് എത്ര 5 ഉണ്ട്? 2 5 ഉണ്ട്. 5 സ്ക്വയർ into എത്ര 3 ഉണ്ട്? ഒരു 3 മാത്രമേ ഉള്ളൂ. 3 raised to 1 ഇങ്ങനെ എഴുതാം. ഓക്കെ, നോക്കൂ, നമുക്കത് അവിടെ കൊടുത്താൽ മതി. ഫസ്റ്റ് പ്രൈം 2 അല്ലേ? ഓക്കെ, അവിടുത്തെ p1 എന്ന് പറഞ്ഞാൽ
1 minus 1 by p1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫസ്റ്റ് പ്രൈം 2 ആണ്. സോ 1 minus 1 by 2 ഇൻറ്റു ഇത് 1 minus 1 by p2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പ്രൈം 5 ആണ്. 5 ഇൻറ്റു തേർഡ് പ്രൈം 3 ആണ്. 1 minus 1 by 3 അങ്ങനെ 1200 ഇൻറ്റു 1 by 2ന് 1 നിന്ന് 1 by 2 കുറച്ച് 1 by 2 1 by 5 1 എന്ന് കുറച്ച് കഴിഞ്ഞാൽ 4 by 5 ഇത് എത്ര കിട്ടുക 2 by 3. ഓക്കെ, നമ്മൾ ഇത് കട്ട് ചെയ്ത് ചെറുതാക്കി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 320 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾ ആകെ അറിഞ്ഞിരിക്കേണ്ട എന്ത് റിസൾട്ടാണ് എന്നുള്ള നമ്പർ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഫൈ ഓഫ് എന്നിന്റെ ഇക്വേഷൻ എന്താണ് ഇതാണ്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ആകെ 1200 നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതി ഫൈ ഓഫ് 1200 നമ്മൾ ഫൈൻഡ് ചെയ്തു 320. സോ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഇങ്ങനത്തെ ഓയിലർ ഫൈ ഫംഗ്ഷന്റെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let Fermat's little theorem be stated as if p is a prime number and a is a number such that p does not divide a. Okay, then a raised to p minus 1 congruent to y mod m. Okay, in this case y equal to 1, m equal to p, y equal to 1, m equal to a, y equal to p, m equal to 1, y equal to a, m equal to 1. നമുക്ക് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അവർ തന്നിട്ടുണ്ട്. p എന്നുള്ളത് ഒരു പ്രൈം നമ്പർ ആണ്, a എന്നുള്ളത് ഒരു നമ്പർ ആണ്. ഓക്കെ, p ആരെ ഡിവൈഡ് ചെയ്യുന്നില്ല, എനെ ഡിവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ a raised to p minus 1 congruent to y mod m ആയിരിക്കും. ഈ കേസിൽ yന്റെയും mന്റെയും വാല്യൂ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഓർത്തിരിക്കുക, ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറത്തിന്റെ ഐഡിയ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം. p എന്നുള്ളത് എന്താണ്? ഒരു പ്രൈം നമ്പർ ആണ്. ആൻഡ് a is a നാച്ചുറൽ നമ്പർ. a എന്നുള്ളത് എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ a raised to p congruent to a mod p എന്ന് നമുക്ക് പറയാം. ഓക്കെ, a raised to p congruent to a mod p. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് തന്നിട്ടുള്ളത് മറ്റൊരു രീതിയിലാണ്. ഇവിടെ എക്ക് പകരം എന്താണ്? y ആണ്, mന് പകരം എന്താണ്? p ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് തന്ന ഈ ഇക്വേഷനിൽ നമുക്ക് തന്ന ഇക്വേഷൻ ഏതാണ്? a raised to p minus 1 congruent to y mod m ല് നമ്മൾ എന്ത് ചെയ്യുക? yന്റെയും mന്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് എത്താൻ പറ്റുമോ നോക്കിയാൽ മതി. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഈ ഓപ്ഷനിൽ നമുക്ക് തന്നിട്ടുള്ളത് y1 ഉം അതേപോലെ m p എന്നുമാണ്. അപ്പോൾ നമ്മൾ വാല്യൂസ് കൊടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് a raised to ഇവിടെ p മൈനസ് എന്ന് പറയുമ്പോൾ നമുക്ക് p മൈനസ് 1 തന്നെ എഴുതാം. കോൺഗ്രന്റ് ടു yന്റെ വാല്യൂ തന്നത് 1 അല്ലേ, അപ്പോൾ yന്റെ വാല്യൂ ഇവിടെ 1 കൊടുത്തു ഇൻറ്റു മോഡ് mന്റെ വാല്യൂ എന്താ തന്നത്? p എന്നല്ലേ, p കൊടുത്തു. ഓക്കെ, നോക്കൂ, a raised to p minus 1 congruent to 1 mod p. നമുക്കുള്ളത് a raised to p congruent to a mod p ആണ്. നിങ്ങൾ ഈ ഇക്വേഷൻ ജസ്റ്റ് a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, എന്താ കിട്ടുക? a into a raised to p minus 1 congruent to a into 1 mod p. ഓക്കെ, ഇനി ഇത് കോൺഗ്രൻസിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നോക്കൂ, a into a raised to p minus എന്ന് പറയുമ്പോൾ എന്റെ പവർ ഇവിടെ 1 ഉണ്ട്. a raised to p minus 1 plus 1 എന്ന് പറഞ്ഞാൽ a raised to p congruent to a into 1 എന്ന് പറയുമ്പോൾ a mod p. നോക്കൂ, ഇത് ഇതേ ഇക്വേഷൻ അല്ലേ? നോക്കൂ, a raised to p congruent to a mod p സെയിം ഇക്വേഷൻ ആയിട്ട് വന്നു. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. അതായത് y1 ഉം m equal to p ആയിരിക്കും ഈ കേസിലെ yന്റെയും mന്റെയും വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ജനറൽ സൊല്യൂഷൻ ഓഫ് ദി കോൺഗ്രൻസ് 12x congruent to 9 mod 15 is. ഓക്കെ, നമുക്കൊരു കോൺഗ്രൻസ് റിലേഷൻ തന്നിട്ടുണ്ട് 12x congruent to 9 mod 15. ഇതിന്റെ ജനറൽ സൊല്യൂഷൻ ഇതിൽ ഏതായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, നമുക്ക് ഇവിടെ തന്ന കോൺഗ്രൻസ് റിലേഷൻ നമുക്കൊന്ന് എഴുതാം. 12x congruent to 9 mod 15. നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, നോക്കൂ, ഇവിടെ GCD ഓഫ് ഈ 12ന്റെയും 15ന്റെയും GCD എത്രയാണ്? 12,15ന്റെ GCD എത്രയാണ്? അത് 3 ആണല്ലോ. 12നെയും 15നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ 3 ആണ് നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ഇക്വേഷൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 12/3 എന്ന് പറയുമ്പോൾ നമുക്ക് 4x congruent to. അതുപോലെ 9/3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 mod 15/3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 5. ഓക്കെ, നമുക്ക് ഇക്വേഷൻ എന്തായിട്ട് മാറി? 4x congruent to 3 mod 5 എന്നായിട്ട് മാറി. നോക്കൂ, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വാല്യൂസ് ഏതൊക്കെ ഉണ്ട്? നിങ്ങൾ നോക്കൂ, എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 4 into 1 congruent to 3 minus 5 എന്ന് പറഞ്ഞാൽ 4 congruent to
3 mod 5 എന്നല്ലേ കിട്ടുക. എന്ന് പറഞ്ഞാൽ 4 minus 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. ഓക്കെ, 1 നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 1/5 എന്നുള്ള നമ്പർ ഒരു ഇൻറ്റിജർ അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് പോസിബിൾ അല്ല. ഇനി എക്സിന് 2 കൊടുത്ത് നോക്കൂ. എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ 4 into 2 8 ആ കിട്ടുക. 8 minus 3 എത്രയാണ്? 5 ആണ്. 8 minus 3 divisible by 5 ആണ് നോക്കുക. 8 minus 3 5 ആണ്. 5 divides 5. 5 divisible by 5 അത് ട്രൂ ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ ഒന്ന് 2 ആണ്. 2 ആണ്. ഇനി നോക്കുക, അടുത്ത വാല്യൂ എക്സിന് നമ്മൾ എന്ത് ചെയ്യാം? 3 കൊടുക്കുക. അങ്ങനെ കൊടുത്തു നോക്കി കഴിഞ്ഞാൽ അടുത്ത വാല്യൂ 7 സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, കാരണം 7 into 4 എത്രയാണ്? 28. നമുക്ക് 28 minus 3 25. 25 divisible by 5 ട്രൂ ആണ്. അപ്പൊ അടുത്ത വാല്യൂ 7 ആണ്. നിങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ എക്സിന് 12 കൊടുത്ത് നോക്കുക. എക്സിന് 12 കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും ആൻസർ? 4 into 12 48. 48 minus 3 എത്രയാണ്? 45. 45 divisible by 5 ആണോ? 45 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എക്സിന് വാല്യൂ 12. ഇങ്ങനത്തെ വാല്യൂസ് നമുക്ക് കിട്ടും എക്സിന് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വാല്യൂസ് ഏതാണ്? നമുക്ക് കുറച്ച് വാല്യൂസ് കിട്ടി. എക്സ് ഈക്വൽ ടു 2 7 12 ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതേ വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇതിൽ ഏത് ഇക്വേഷൻ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് ഇവിടെ എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 congruent 1 mod 5. 2 എന്ന് പറയുമ്പോൾ 2 minus 1 എന്ന് പറഞ്ഞാൽ 1 divisible by 5. ഇത് ട്രൂ അല്ല. അപ്പൊ നമുക്ക് എന്തല്ല? ഈ ഓപ്ഷൻ അല്ല. സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. എക്സിന് 2 കൊടുത്താൽ 2 congruent 2 mod 5 എന്ന് പറഞ്ഞാൽ 2 congruent 2 എന്ന് പറയുമ്പോൾ 2 minus 2 0 divisible by 5. അത് ശരിയാണ്. 0 നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 കൊടുത്തു. 7 congruent 2 എന്ന് പറഞ്ഞാൽ 7 minus 2 എന്ന് പറഞ്ഞാൽ 5 divisible by 5 ട്രൂ ആണ്. 12 കൊടുത്തു നോക്കൂ. 12 minus 2 10 divisible by 5 ട്രൂ ആണ്. ബാക്കി ഒരു ഇക്വേഷൻ എന്ത് ചെയ്യില്ല? ഇത് ഈ വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്യില്ല. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി നമ്പർ ഓഫ് ഇന്റിജർ ലെസ് ദാൻ 200 ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു ഇറ്റ് ഈസ്. 200ന് താഴെ 200നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പർ ഓഫ് ഇന്റിജേഴ്സ് എത്ര ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 200ന് താഴെ 200നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇന്റിജേഴ്സിന്റെ എണ്ണം, നമ്പർ ഓഫ് ഇന്റിജേഴ്സ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? phi of 200. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം നമുക്ക് ഇക്വേഷൻ എന്താണ്? നമുക്ക് n-നെ ഏത് നമ്പർ നമുക്ക് എന്ത് ചെയ്യാം? പ്രൈമിന്റെ പവേഴ്സ് ആക്കി എഴുതാൻ പറ്റും നമുക്കറിയാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? phi of n equal to n into 1 minus 1 by first prime into 1 minus 1 by second prime into extra into 1 minus 1 by last prime. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക. നമ്മൾ മുമ്പേ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ, അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ. ഓക്കെ, നമുക്ക് തന്ന 200 നമ്മൾ എങ്ങനെ എഴുതാം? 200നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 100, 100നെ again 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 50, 50നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10, 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. എന്ന് പറഞ്ഞാൽ 200 നമുക്ക് 2 cube into 5 square ആണ്. 5 രണ്ട് തവണ ഉണ്ട്. 2 cube into 5 square എന്ന് എഴുതി. അപ്പൊ നമുക്ക് phi of 200 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? phi of n ആണെങ്കിൽ n ൽ സ്റ്റാർട്ട് ചെയ്യാം. phi of 200 ആണ് 200 into 1 minus 1 by first prime ഏതാ? 2. 1 minus 1 by 2 into 1 minus 1 by second prime 5. അത് എഴുതി. ഓക്കെ, നോക്കൂ, 1 minus 1 by 2 1 by 2 ആണ്. 1 minus 1 by 5 4 by 5 ആണ്. ഇത് കട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 80 എന്ന് കിട്ടും. ആൻസർ 80. അപ്പോൾ ആൻസർ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതിൽ ആൻസർ ഉണ്ടാവില്ല. ഓക്കെ, ആ ഓപ്ഷനിൽ മിസ്റ്റേക്ക് ആണ്. നമ്മുടെ ആൻസർ എത്രയാണ്? 80 ആണ് ആൻസർ. ഓക്കെ.